ഇനി നമുക്ക് നോക്കാനുള്ളത് സെറിബ്രൽ പാൾസിനെ കുറിച്ചാണ്. നമ്മുടെ മോട്ടോർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, ഇംപെയർഡ് മൂവ്മെന്റ്, കുട്ടികളിലാണ് ഇത് കാണുന്നത്. 4 ടൈപ്സ് ഉണ്ട്: സ്പാസ്റ്റിക് സെറിബ്രൽ പാൾസി, മിക്സഡ് സെറിബ്രൽ പാൾസി, അറ്റാക്സിക് സെറിബ്രൽ പാൾസി ആൻഡ് ഡൈസ്കെനറ്റിക് സെറിബ്രൽ പാൾസി. വാട്ട് ഈസ് സെറിബ്രൽ പാൾസി? ഇതിലും കൂടുതൽ കാണുന്നുണ്ട് സ്പാസ്റ്റിക് സെറിബ്രൽ പാൾസി ആണ്. അസസ്മെന്റ് എന്തൊക്കെയാണ് കാണുന്നത് എന്ന് നോക്കാം. എക്സ്ട്രീം ഇറിറ്റബിലിറ്റി ആൻഡ് ക്രൈം, ഡിഫിക്കൽറ്റി ഇൻ ഫീഡിംഗ്, അബ്നോർമൽ മോട്ടോർ പെർഫോമൻസസ്, മസിൽ സ്റ്റോൺ അബ്നോർമാലിറ്റീസ്, ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് ഡിലേ, എക്സ്ട്രീം ഫ്ലെക്സിബിലിറ്റി ഇൻ ബാക്ക് ബോൺ, ചാൻസസ് ഓഫ് സീഷ്യർ. ഇനി നമുക്ക് ഇന്റർവെൻഷൻസ് നോക്കാം. ഏർലി റെക്കഗ്നൈഷൻ, ചൈൽഡ് എബിലിറ്റി മാക്സിമൈസ് ചെയ്യുക, നീഡ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആൻഡ് ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ലേണിംഗ്, റീക്രിയേഷൻ. അതുപോലെ ഡെവലപ്മെന്റ് ലെവൽ മോണിറ്റർ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ ആയിട്ട് അവരെ എൻകറേജ് ചെയ്യുക. സേഫ് എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഫീഡ് ചെയ്യുന്ന ടൈമിൽ അപ്രൈറ്റ് പൊസിഷൻ ഫീഡ് ചെയ്യുക. മെഡിക്കേഷൻസ് കറക്റ്റായി കൊടുക്കുക. കുട്ടിയുടെ കണ്ടീഷൻസ്, കോംപ്ലിക്കേഷൻസ്, മെഡിക്കേഷൻസ് പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.